അപ്പോഴേ നമ്മൾ കൊച്ചിയിലാണ്. 2 ദിവസത്തെ തുടർച്ചയായ ഷൂട്ടിന് ശേഷം പട്ടിയായി ഇതേ എന്നെ തളർന്നിരിക്കുകയാണ്. ഇതെന്റെ കസിന്റെ ബ്യൂട്ടി പാർലറാണ് കേട്ടോ. പുള്ളിക്കാരി 10-15 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. അടൂരായിരുന്നു ആദ്യം. ഇപ്പൊ ഇവിടെ കൊച്ചിയിലാണ്. കരിങ്ങാച്ചിറയാണ്. നമ്മുടെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ അടുത്ത്, ഹിൽ പാലസിന്റെ ഒക്കെ അടുത്ത്. നമ്മളങ്ങനെ സ്ഥിരം മേക്കപ്പ് ചെയ്യുന്നവരൊന്നും അല്ല അല്ലെ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും കൊണ്ട് എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ. അത് ഞാൻ ചെയ്യുന്നതിനേക്കാളും അവൾ എന്നെ ചെയ്ത് കാണിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം പൊക്കിക്കൊണ്ട് വന്നു. ഇവളുടെ കയ്യിലുള്ള സാധനം കൊണ്ട് നമ്മൾ ചെയ്തിട്ട് എന്താ കാര്യം? നമ്മുടെ സാധനം കൊണ്ട് ഇവള് ചെയ്ത് കാണിച്ചാലേ കാര്യമുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ എല്ലാ അസ്മാദികളും പറക്കിക്കൊണ്ട് വന്നു. ഇതിൽ കുറെ ഉണ്ട്, ഇതിൽ കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് വെച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി. കണ്ടോ, നിങ്ങൾ വേണമെങ്കിൽ ക്ലെൻസർ ഉപയോഗിക്കാം. ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകി. എന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണ് ഫസ്റ്റ് നമ്മൾ ചേർക്കത്. മോയ്സ്ചറൈസിങ് ക്രീമോ ലോഷനോ ജെല്ലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ജെല്ലി ടൈപ്പ് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിങ് ആണ് ഉപയോഗിക്കുക. ഇതിപ്പോൾ പോൺസിൻ്റെ ആണ്. ഞാൻ ഓരോ സമയത്ത് ഓരോന്നും ഉപയോഗിക്കും കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കൊണ്ട് തരുന്നതാണ് ഗൾഫിൽ നിന്ന് കേട്ടോ. അപ്പോൾ അവർ തരുന്നതനുസരിച്ചിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ മാറ്റും. അപ്പൊ അതാണ് ഫസ്റ്റ്. അടുത്ത പ്രൈമർ. നമ്മൾ ഈ പെയിന്റ് അടിക്കുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രൈമർ ഒരു ഹ്യൂഡ ബ്യൂട്ടിയുടെ ആണ് പ്രൈമർ. അതും ജെൽ ടൈപ്പ് ആണ്. മുടി അല്പം ഒന്ന് വെട്ടി. എന്റെ മുടി നല്ല നീളം വെച്ചുട്ടാ. നമ്മുടെ കാച്ചി എണ്ണയുടെ ഒക്കെ വിശേഷമാണ്. ഇനി അവളൊന്ന് മൊത്തത്തിലൊന്ന് ഷെയ്പ്പ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ചെയ്താക്കി തരികയാണ് കേട്ടോ. ഇപ്പൊ പണ്ട് സ്കൂളിൽ പോകുന്നവർ ഇങ്ങനെയല്ലേ കെട്ടിട്ട് പോവാ. സ്കൂളിൽ പോകുമ്പോ എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, മുട്ടയായിരുന്നു ഞാൻ. ഇത് കോണ്ടൂർ റെവല്യൂഷൻ ഒരു സാധനമാണ് കേട്ടോ. ഇത് കിട്ടിയിട്ട് ഈ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ഞാനിത് വെച്ചോണ്ടിരിക്കുന്നത്. എവിടെയാണ് എന്താ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. നമ്മുടെ കണ്ണിനടിയിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനെ കവർ ചെയ്യാൻ കൺസീലർ ഉപയോഗിച്ചാലും പറയും. കൺസീലർ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാം, ഒന്ന് കവറപ്പ് ചെയ്യുന്നതായിട്ട് ഉപയോഗിക്കാം. ഹൈലൈറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ ബ്രൈറ്റ് ടോൺസ് ആയിരിക്കും. കറുത്ത ഭാഗം സെറ്റ് ആക്കാൻ. അന്നേരം നമ്മൾ ഓറഞ്ച് അങ്ങനത്തെ കറക്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. കൺസീലേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഒരു ഡാർക്ക് ആയിട്ടുള്ള കൺസീലർ ഉപയോഗിക്കുക. അതായത് കറുപ്പും ഒക്കെ മാറ്റാൻ, പാടും. നമുക്ക് ഈ ഓറഞ്ചും ഈ ടോണും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം, പാടുകൾ മറക്കാൻ ഉപയോഗിക്കാം. കണ്ണിന്റെ ഇടയിൽ 3-4 ദിവസത്തെ ഉറക്കത്തിന്റെ കറുപ്പുണ്ട്. അത് അവൾ എന്ത് ചെയ്യാൻ പോവാ? കറുപ്പ് മാറ്റാൻ പോവാ അല്ലെ. പക്ഷെ ഇത് കണ്ണിന്റെ ഇടയിൽ മാത്രല്ലേ അപ്പൊ തേക്കുക? കണ്ണിന്റെ ഇടയിലും പിന്നെ ചിലർക്ക് വായിക്ക് ചുറ്റും വരും. ഇവിടെ ചെറിയൊരു കറുപ്പുണ്ട് അല്ലെ. അപ്പൊ അവിടെയും തേക്കാം. ഇത് പിന്നെ എന്തിനാ ഒച്ച കഷ്ടപ്പെട്ട് തേച്ചിട്ട് തുടച്ചു കളയണ? കളയല്ല, ഞാൻ ഇങ്ങനെയല്ലോ ചെയ്യണേ. ഞാൻ ഇങ്ങനെയല്ലേ ചെയ്യണം. ബ്യൂട്ടി ബ്ലെൻഡർ കേട്ടോ. സ്പോഞ്ച് പോലത്തെ ഒരു സാധനം കിട്ടും. അതെപ്പോഴും നനച്ചിട്ട് പിഴിഞ്ഞിട്ടല്ലേ ജിഫി? പിഴിഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. എനിക്ക് മാത്രമേ അറിയാത്തുള്ളൂ. സ്റ്റോറി ഇല്ലേ. പക്ഷെ എനിക്കറിയില്ല എന്ന് പറയാൻ എനിക്ക് ചമ്മലൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം അതിൻ്റെ അകത്ത് ഒറ്റാൻ പറ്റും. എന്നിട്ട് പതുക്കെ ഒപ്പി ഇങ്ങനെ മാച്ച് കളയാതെ എല്ലായിടത്തും ഒരേപോലെ ആക്കി വെക്കാം. അപ്പൊ ആദ്യം മീശ പോലെ ഇരുന്നു, ഇപ്പൊ കാണുന്നില്ല അല്ലെ. കറുപ്പും ഒക്കെ അത്യാവശ്യം പോയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഹ്യൂഡ ബ്യൂട്ടിയുടെ തന്നെ ഒരു ഫൗണ്ടേഷൻ ആണ്. ബക്ലാവ. എന്താ അതിന്റെ കളറാണോ? അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചാണ്. ഇത് എനിക്ക് ബ്യൂട്ടി കിറ്റ് ഒക്കെ തന്ന ആൾക്ക് അത്യാവശ്യം എന്റെ സ്കിൻ ടോൺ ഒക്കെ അറിയുന്നുണ്ട്. ഏകദേശം ഊഹത്തിലാണ്. ഞാൻ വാങ്ങാൻ പോയി എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. കൊണ്ടുപോകാം. നമ്മളെ ഒരു ബ്യൂട്ടി പാർലർ പോയി ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോ ഒരു ജിഫിയുടെ ഒരു ബ്യൂട്ടി പാർലർ എന്നുള്ള കൺസെപ്റ്റിലല്ല കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്ത് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് ചെയ്യിക്കുന്നു. അപ്പൊ അത് നമ്മള് ഫൗണ്ടേഷൻ എടുത്തു. വിരലും കൂടെ അത്യാവശ്യം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് പറ്റി വെക്കും. എന്നിട്ട് ഇത് നമ്മുടെ കയ്യിൽ ഓരോന്നിനും ഓരോ ബ്രഷ് ഉപയോഗിക്കും. അത്രയൊക്കെ ഞാൻ ചെയ്യും. അതിനൊക്കെ എനിക്കറിയായിരുന്നു. അപ്പൊ എന്റെ ചെവിയിലും വെച്ചില്ല. അതായത് നമ്മള് മുഖത്ത് ചെയ്യുന്ന എല്ലാ സാധനവും നമ്മുടെ കഴുത്തിലും ചെവിയിലും ചെയ്യും. അല്ലെങ്കിൽ നമ്മള് പ്രത്യേകിച്ചും ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ശരിക്കും അറിയും കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഒപ്പണോ? ഒപ്പമല്ല ഞാൻ ചെയ്യുന്നത്, ബ്ലെൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മള് ഓരോന്നും ചെയ്യുമ്പോൾ ഇത് ചെയ്യണം അല്ലേ. ബ്രഷ് ആണെങ്കിൽ പോലും ചെയ്യണം അല്ലേ. ഈ ബ്യൂട്ടി ബ്ലെൻഡറിന്റെ വില ചോദിച്ചപ്പോ 5000 വില. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കട്ടിയുള്ള ഒരു സ്പോഞ്ച് എടുത്ത് നനച്ചിട്ടാണ് സെറ്റപ്പ് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ ചേട്ടാ, ക്വാളിറ്റി കുറയും ചേട്ടാ. ഓ അത്രയൊക്കെ മതി. അപ്പൊ അത് കഴിഞ്ഞു, ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഇടാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഒരു മേക്കപ്പും ഉപയോഗിക്കാതെ അല്പം കണ്ണു എഴുതി, നമ്മൾ ഉണ്ടാക്കുന്ന കൺമഷീലോ അല്ലെങ്കിൽ നല്ല ഹെർബൽ കാജലിലോ കണ്ണു എഴുതി ഒരു പൊട്ടും തൊട്ട് അല്പം പിരികു എഴുതി മുടിയൊക്കെ നന്നായിട്ട് പിന്നി കെട്ടി, വേണമെങ്കിൽ സാധാരണ നമ്മുടെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി പൗഡർ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ശാന്തസുന്ദരിയായിട്ട് ഒരുങ്ങാം. ഇനി അത്യാവശ്യം നിങ്ങൾ ഫോട്ടോജനിക് ആവണം, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കോൺഫിഡന്റ് ആവണം, അല്ലെങ്കിൽ ഒരു പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മേക്കപ്പ് ചെയ്യാം. സിമ്പിളായിട്ടും ചെയ്യാം, കുറച്ച് ഹെവി ആയിട്ടും ചെയ്യാം. ഇപ്പൊ കൂടുതലും മേക്കപ്പ് ചെയ്തില്ല എന്നുള്ള തോന്നലും വേണം, പക്ഷെ മേക്കപ്പ് ചെയ്യുകയും വേണം. ആ ഒരു ഫീലാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഒരു അല്പം സ്വല്പം നമ്മളൊന്ന് ഒരുങ്ങി നടക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുമ്പോഴെങ്കിലും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടും.
അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക, നാച്ചുറൽ ലുക്കിൽ പോവുക. ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് മുഖത്ത് ഉപയോഗിക്കുക, മുഖത്തെങ്കിലും. കാരണം നിങ്ങൾക്കറിയാലോ, വല്ല അലർജിയോ ഇൻഫെക്ഷനോ ചൊറിച്ചിലോ പൊള്ളലോ വന്നിട്ടുണ്ടെങ്കിൽ മുഖമാണ് കളിക്കാൻ പറ്റില്ല, സ്കിന്നെ വളരെയധികം ബാധിക്കും. അപ്പൊ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കമ്പനിയുടെ നല്ല പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കുക. ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കമ്പനിയുടെ മേടിച്ച് ഒരു 2-3 വർഷമൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ആ ഒരു 1000 രൂപ വരെ നമുക്ക് മുടക്കിയാൽ പോലും അതൊരു 3 വർഷം ഉപയോഗിക്കാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ അത് കുഴപ്പമില്ല. അതേ സാധനം 200 രൂപയുടെ ചാത്തം മേടിച്ചിട്ട് 20,000 രൂപ കൊണ്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കളയാൻ നിൽക്കരുത് കേട്ടോ. അത്യാവശ്യം സ്ത്രീകൾ പിരികം പറിക്കും. എനിക്ക് പിരികം പറിക്കാൻ ഭയങ്കര പേടിയാണ്, ഞാൻ പിരികം പറിക്കാറുമില്ല. പിന്നെ എന്റെ പിരിയത്തിന് കട്ടി കുറവാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ കറുത്ത നിറമുള്ള ഐബ്രോ പെൻസിൽ ഉപയോഗിക്കരുത് അല്ലേ ജിഫി? ഒരു ഡാർക്ക് ബ്രൗൺ മെറൂൺ കളറുള്ളതാണ് ഉപയോഗിക്കാറ്. ഐലൈനർ എഴുതാൻ പോവാണ്. അപ്പം സാധാരണ പെൻസിൽ ടൈപ്പും ഉണ്ട്, ജെൽ ടൈപ്പും ഉണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ഉപയോഗിച്ചാൽ മതി. ഇത് ജെൽ പെൻസിൽ ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു മാറ്റ് ഫിനിഷ് കിട്ടും. ജെൽ ടൈപ്പ് ആണെങ്കിൽ ശരിക്കും വരച്ച് വെച്ച പോലെ കിട്ടും. അപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ പോകുന്ന ഒക്കേഷൻ അനുസരിച്ച് അത് മാറ്റിയിടാം. എനിക്ക് എപ്പോഴും ഇതാണ് ഇഷ്ടം, മാറ്റ് ഫിനിഷ് ആണ് ഇഷ്ടം. കുറച്ച് പരന്നാലും നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. വർഷങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കിയ എന്താ പറയുക ആവണക്കണ്ണയും എല്ലാം ഇട്ട് കരിയിട്ട് കൺമിഷ ആയതുകൊണ്ട് എൻ്റെ കൺപീലി ഒന്നും പൊഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് അത് ഇതും കൂടി ചെയ്യുമ്പോൾ അത്യാവശ്യം കറുപ്പ് കിട്ടും കേട്ടോ, തിക്കും കിട്ടും. അത് സന്തോഷമാണ്. ഇനി നോർമൽ നമ്മുടെ ഡ്രസ്സ്, ഞാനൊരു പാൻറ്റും ജീൻസും ആണ് ഇന്ന് ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ഉള്ളിൽ കണ്ണെഴുതുന്നു ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലും കണ്ണെഴുതും, താഴെയും കണ്ണെഴുതും. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ് ലൈനർ ഇടും. അപ്പൊ ലിപ്സ്റ്റിക്കിന്റെ കളറിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് ഇടുക. അത് തന്നെ വേണമെങ്കിൽ കുറച്ച് ഉള്ളിൽ നമ്മൾ കൊടുക്കും, ഒരു കറക്റ്റ് ചുണ്ടിന്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ട് പിന്നെ നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന പോലെ നമ്മുടെ മുഖം ശരിയാക്കുന്ന പോലെ തന്നെ ചുണ്ടും ശരിയാക്കണം. ചുണ്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡെഡ് സ്കിൻ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരു ലിപ് ബാം ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാൻ. എന്നിട്ട് അത് നന്നായിട്ടൊരു ബ്രഷും കൊണ്ട് ബ്ലെൻഡ് ചെയ്യണം. ഞാൻ പ്രത്യേകിച്ചും ഫുഡ് ബ്ലോഗ്സ് ആണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാം. വാരി വലിച്ച് തിന്നുമ്പോൾ ലിപ്സ്റ്റിക് കുറേയൊക്കെ അകത്ത് പോകും. അതുകൊണ്ട് ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ ഞാൻ ഒരു രീതിയിലും കോംപ്രമൈസ് ഇല്ല, മാക്കേ ഉപയോഗിക്കുള്ളൂ. ലഡും അങ്ങനെയുള്ള കുറേ മാരകമായിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാത്തൊരു സാധനമാണ് മാക്ക്. അപ്പൊ ഇത് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ലിപ്സ്റ്റിക് ആണ് ഉപയോഗിക്കുക. അത് എന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ നമ്മളൊരു ഇങ്ങനെ ടിഷ്യൂ എടുത്ത്, അല്ലെങ്കിൽ കെട്ടിയനെ ഒന്ന് ഉമ്മ വെച്ചാലും മതിയോ. ഒരുപാട് മുടി തിക്കൊന്നും ഇല്ലെങ്കിൽ, എന്റെ നീളമുണ്ട് പക്ഷെ എനിക്ക് അത്ര തിക്കില്ല. പ്രത്യേകിച്ചും ബാക്ക് പിന്നെ ഉണ്ട്, ഫ്രണ്ടാണ് എന്റെ തിക്ക് കുറവ്. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ അയൺ ചെയ്യില്ല. അയൺ ചെയ്യുന്നത് മുടിക്ക് നല്ലതല്ല, ഒരുപാട് ചൂടാക്കാണ്. ക്രിമ്പ് ചെയ്യുന്നതും ചൂടാക്കുക തന്നെയാണ്. പക്ഷെ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രക്ക് 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 എന്നുള്ളൊരു സാധനമാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മേടിക്കാൻ കിട്ടും, വലിയ വിലയൊന്നുമില്ല. ഇതാണ് സാധനം കണ്ടോ, ചൂട് കറണ്ടിൽ കുത്തി തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മളിങ്ങനെ ഞെക്കി 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 എടുക്കുമ്പോൾ മുടി ഇങ്ങനെ ഒരുമാതിരി വേവ് പോലെയാവും. അപ്പൊ നിങ്ങളിപ്പോ കണ്ടോ, ഇപ്പൊ ഒട്ടും തിക്കില്ലാത്ത പോലെയാണ് നമ്മൾ ഇരിക്കണത്. ഇത് വെച്ചാലും തിക്ക് വരുമൊന്നുമില്ല, പക്ഷെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറച്ച് തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ഏകദേശം മുഖത്തിന്റെ ഒക്കെ കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഒന്നുകൂടി ഷേപ്പ് ആക്കാനുണ്ട്. ഇപ്പൊ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മുഖത്തിന്റെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ പെയിന്റ് അടിക്കുന്ന പോലെ, ചുമരെ പെയിന്റ് അടിക്കുന്ന പോലെ ഒരു ലൈൻ ഇട്ടിട്ട് അങ്ങ് ചെയ്യൂല്ലേ ജിഫി? അപ്പൊ ഈ കോണ്ടൂർ ശരിക്കും മൂക്കിന്റെ സൈഡിൽ മാത്രമേ ചെയ്യുള്ളൂ? ഇല്ല, ഇപ്പൊ ഓരോരുത്തരുടെ മുഖത്തിന്റെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ കോണ്ടൂർ ചെയ്യുന്ന വ്യത്യാസം വരാം. ഇപ്പൊ നിനക്ക് നല്ല നെറ്റിയുണ്ട്, ഇപ്പൊ നെറ്റി നമ്മളൊന്ന് വലിപ്പം കുറയ്ക്കാൻ വേണ്ടി കോണ്ടൂർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ബാക്കി ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നല്ലതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ നെറ്റി കുറച്ച് വലുതാണ്, അതൊന്ന് കുറയ്ക്കണം. അപ്പൊ മൂക്ക് നമ്മൾ ചെയ്തു അല്ലെ, മൂക്കൊന്ന് ഷാർപ്പ് ആവാൻ വേണ്ടി ചെയ്തു. നെറ്റി അപ്പം ഒരു കുറച്ച് താഴെ മോളിന്ന് പകുതി വെച്ച് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. അപ്പൊ നമ്മുടെ ശ്രദ്ധ അത്രയ്ക്ക് അങ്ങോട്ട് പോവില്ല, മുകളിലോട്ട് പോവില്ല, താഴത്തേക്ക് പോകും. താഴെയുള്ള ഭാഗങ്ങളിലേക്ക് ഫോക്കസ് ആകും. ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ജിഫി ഇതാ എന്നെ റെഡിയാക്കി തന്നു. ഇതിപ്പോൾ മേക്കപ്പ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു, പക്ഷെ വളരെ ഒതുങ്ങി, എന്നാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടുന്ന രീതിയിലാവുകയും ചെയ്തു. ഞാനിവിടെ എൻ്റെ കണ്ണാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും നമ്മുടെ ചില ഫീച്ചേഴ്സ് നമുക്കൊരു കോൺഫിഡൻസ് കൂടുതൽ ഉണ്ടാവും, ആ ഭാഗം കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്. കണ്ണാവാം, ചുണ്ടാവാം, കവിളാവാം, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് ആവാം, മുടിയാവാം, എന്താണെങ്കിലും അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ ജിഫിയുടെ ബ്യൂട്ടി പാർലർ എറണാകുളം കരിങ്ങാച്ചിറയാണ്, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ. അപ്പോൾ ഈ എറണാകുളം പരിസര പ്രദേശത്തുള്ളവർ ധൈര്യമായി ജിഫിയെ വിളിക്കുക. കുറച്ച് ദൂരെയുള്ളവരാണെങ്കിലും കുഴപ്പമില്ല, ജിഫിയുടെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്യുക. ബ്രൈഡൽ മേക്കപ്പ് മാത്രമല്ല, ഹെയർ സ്റ്റൈലിങ്ങും ഹെയർ മേക്കപ്പും തുടങ്ങി അത്യാവശ്യം എല്ലാ കയ്യിലിരിപ്പും ആശത്തിൻ്റെ കയ്യിലുണ്ട്. എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. മാത്രമല്ല ഹോം സർവീസും അവൈലബിൾ ആണ് കേട്ടോ. ധൈര്യമായിട്ട് പോയിക്കോളൂ, എൻ്റെ കസിനാണ്, മിടുക്കിയാണ്. ഇതെല്ലാ സാധനവും നമ്മുടെ കയ്യിലില്ല എന്ന് വെച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഉള്ളത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക
ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുക എന്നുള്ളതാണ് കാര്യം. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര പേർക്ക് ഉപകാരപ്പെടും എന്നെനിക്കറിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഷെയർ ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.